Hello everyone, welcome back to Xylem Learning. It's me, Jamshad. You can always call me Chedi. Yes, the necklace. The necklace എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് സമ്മറിയും അതിൽ നിന്ന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ആക്ച്വലി ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും ആണ് ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. യെസ്, നമുക്ക് ഇനിയും ധാരാളം മറ്റ് സബ്ജക്റ്റിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ ധാരാളം വീഡിയോസും അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. സോ മിസ് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ ഇൻട്രോ നോക്കി കഴിഞ്ഞാൽ ഇത് ആരാ എഴുതിയത്? ഗാരി മാപ്പുസൻ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി അബൌട്ട് മാറ്റിൽഡെ ലൂയിസൽ. ഇവരെ പറ്റിയിട്ടുള്ള മാറ്റിൽഡെ ലൂയിസലിനെ പറ്റിയുള്ള ഒരു കിടിലൻ കഥ. ഓക്കെ, നോക്കിക്കോ. എ വുമൻ ഹു ഡ്രീംസ് ഓഫ് വെൽത്ത് ആൻഡ് ലക്ഷറി. അവൾക്ക് നല്ല എല്ലാവരെയും പോലെ തന്നെ നല്ല ലക്ഷറീസ് ആവണം, അതുപോലെ തന്നെ നല്ല സമ്പത്ത് വേണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാൾ. ബട്ട് ഫേസസ് എ ഹാർഷ് റിയാലിറ്റി ഡ്യൂ ടു ഹർ പ്രൈഡ് ആൻഡ് കെയർലെസ്നെസ്. അവളുടെ ആ ഒരു കെയർലെസ്നെസ് കാരണം, അവളുടെ ആ ഒരു അഹംഭാവം കാരണമൊക്കെ മൊത്തത്തിൽ നാശമാകുന്ന ഒരു അവസ്ഥ ഇവിടെ അവൾക്ക് സംഭവിക്കുന്നു. ലെറ്റ്സ് സീ വാട്ട് കൈൻഡ് ഓഫ് നാശമാവൽ ടു ഹർ എന്താണ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മാറ്റിൽഡയുടെ ഡിസ്കണ്ടന്റ്, അവളുടെ ആ ഒരു അൺപ്ലസന്റ് അല്ലെങ്കിൽ അവരുടെ സന്തോഷം കെടുത്തുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. മാരിൽഡെ ലൂയിസ് ദ വൈഫ് ഓഫ് എ ക്ലർക്ക്. ഒരു പാവം ക്ലർക്കിന്റെ വൈഫാണ്. 36. ഈസ് ഡിസാറ്റിസ്ഫൈഡ്. അവള് തീരെ സംതൃപ്തിയല്ല വിത്ത് ഹർ മോഡസ്റ്റ് ലൈഫ്. അവളുടെ ഈ ഒരു ലൈഫ്, സാധാരണ ജീവിതം കൊണ്ട് അവൾ സംതൃപ്തിയല്ല. അവളൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ക്ലർക്കിന്റെ വൈഫാണ്. സോ സാധാരണ ലൈഫ് അവൾക്ക് ഇഷ്ടമില്ല. ഷീ ഡ്രീംസ് ഓഫ് റിച്ച്നസ്. പണക്കാരനാവണം, എലഗന്റ് ക്ലോത്ത്സ്, നല്ല കിടിലൻ ഡ്രസ്സ് വേണം, ആൻഡ് ഗ്രാൻഡ് പാർട്ടീസ്, വലിയ പാർട്ടി. When her husband secured an invitation to fancy ball. ഒരു കിടിലം പാർട്ടിക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടി. ആർക്ക്? ഹസ്ബൻഡിന്. എൻ്റെ മോനെ, മാറ്റിൽഡെ ലാമൻസ് നോട്ട് ഹാവിങ് എനിത്തിങ് സ്യൂട്ടബിൾ ടു വെയർ. നല്ലൊരു ഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ കരയാണ്. എനിക്ക് നല്ലൊരു ഡ്രസ്സ് ഇല്ല. ഈ കത്ത് ഇൻവിറ്റേഷൻ വേറെ ആർക്കാ കൊണ്ടുപോയി, ആർക്കൊരു ഉപകാരപ്പെട്ട, എനിക്ക് കത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഡ്രസ്സില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള പൈസ, റൈഫിൾ ക്ലബ്ബിൽ പോകാനുള്ള പൈസയൊക്കെ എടുത്ത് വെച്ചിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തു. അടുത്ത വിഷയം, borrowing the necklace. Satisfy her desire to look wealthy. കുറച്ചുകൂടി വെൽത്തി ലുക്ക് ആവണമെങ്കിൽ എന്താവണം? ഒരു ജ്വല്ലറി വേണമെന്ന് കരുതിയിട്ട് മാറ്റിൽഡെ borrows a beautiful necklace from her wealthy friend Maramy Froyster. Maramy Froyster എന്ന് പറയുന്നത് തൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു നല്ല കിടിലൻ നെക്ലേസ് അങ്ങോട്ട് കടം വാങ്ങുകയാണ്. എൻ്റെ മോനെ, ഡയമണ്ട് നെക്ലേസ്. ദ ബോൾ പാർട്ടിയിൽ മാറ്റിൽഡെ ഈസ് ദ സെന്റർ ഓഫ് അറ്റൻഷൻ ആൻഡ് എൻജോയ് ദ അഡ്മിറേഷൻ ഷീ ക്രേവ്സ്. അവൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പാർട്ടി ആയിരുന്നത്. എല്ലാവരും അവളങ്ങനെ നോക്കും. എന്ത് രസമാണ് നോക്കടോ, എന്താ ഗ്ലാമർ, ഏതാ ഡ്രസ്സ്, അടിപൊളി നെക്ലേസ്. എല്ലാവരും പുകഴ്ത്തി, എല്ലാവരും അടിപൊളി എന്ന് പറഞ്ഞു, എലഗൻ്റാന്ന് പറഞ്ഞു. സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ് ആണെന്ന് എല്ലാവരും പറഞ്ഞു. ദ നെക്ലേസ് ഈസ് ലോസ്. സീന് മോനെ മൊത്തം പണി കിട്ടി. ആഫ്റ്റർ ദ ബോൾ, മാരിൽഡെ ഡിസ്കവേഴ്സ് ദാറ്റ് ദ നെക്ലേസ് ഈസ് മിസ്സിംഗ്. തൻ്റെ നെക്ലേസ് മിസ്സിംഗ് ആണെന്ന് കണ്ടെത്തി. Unable to find it, she and her husband buy a replacement for 36,000 francs. 36,000 ഫ്രാൻസ് കൊടുത്ത് അത് പകരം വെക്കേണ്ട ഒരു സിറ്റുവേഷൻ അവരുടെ ഫാമിലിക്ക് വന്നു. Plunging themselves into debts. അവർ കടത്തിൽ അങ്ങോട്ട് മുങ്ങി. അവരെന്ത് ചെയ്തു? അവർ മൊത്തം അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റി പറ്റപ്പാവപ്പെട്ട രീതിയിലേക്ക് മാറി. They spent 10 years working tirelessly to repay the money. ഈ പണം തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് 10 വർഷം അവർ ഹാർഡ് വർക്ക് ചെയ്തു. അവർ എക്സ്ട്രാ ജോലി എടുക്കാൻ തുടങ്ങി, വീട്ടിലെ ലക്ഷൂറിയസ്നെസ് ഒക്കെ കുറച്ചു, എല്ലാ പരിപാടിയും കട്ടൗട്ട് ചെയ്തിട്ട് 10 വർഷം കൊണ്ട് കടം വീട്ടി. ദി ഷോക്കിംഗ് ട്രൂത്ത്. പിന്നെയാണ് ട്രൂത്ത് മനസ്സിലാക്കുന്നത്. After years of hardship, Matilda learns from the Maramy Froyster that the original necklace was a fake. അവൾക്ക് കടം നൽകിയിരുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ റെപ്ലിക്ക എന്ന് പറയില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഒരു മോഡലുള്ള, അല്ലെങ്കിൽ ഫസ്റ്റ് കോപ്പി എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സാധനമായിരുന്നു. worth only a fraction of the money they spent on the replacement. അതിൽ കുറഞ്ഞെന്തോ, നിങ്ങൾ വന്ന പൈസൻ്റെ ഒരു കുറഞ്ഞെന്തോ എമൗണ്ട് കിട്ടിയാലല്ലോ ശരിയാവുകയും നിങ്ങൾ ഇതിന് അത്രയൊക്കെ പൈസ കൊടുത്ത് വേറൊന്ന് വാങ്ങി വെച്ചത് എന്നുള്ള ചോദ്യമായി അവരുടെ മാഡമി ഫ്രോയ്സ്റ്ററിനെ 10 വർഷത്തിന് ശേഷം കണ്ടപ്പോൾ. സീന് ഓക്കെ, അങ്ങനെ അവർ പെട്ടു ഗൈസ്. ദ സ്റ്റോറി, അതായത് 10 വർഷം നഷ്ടമായി എന്നർത്ഥം. ഓക്കെ, ദ സ്റ്റോറി ഹൈലൈറ്റ് ദ തീം ഓഫ് എ പ്രൈഡ്. ഒരു അഹന്തയുടെ ഒരു തീമാണ് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് ദ കോൺസിക്വൻസ് ഓഫ് ഡിഷോണസ്റ്റി. ഒരു ഡിഷോണസ്റ്റി ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? പറയുന്ന പദങ്ങളാണ് ടീച്ചിങ് എ പവർഫുൾ ലെസൺ അബൌട്ട് ബീയിങ് കണ്ടന്റ് വിത്ത് വാട്ട് വൺ ഹാസ്. എന്താണോ നമുക്കുള്ളത് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. യെസ്, ഇപ്പോൾ എനിക്ക് iPhone 12 Pro മാത്രമേ ഉള്ളൂ, ഇനി 16 Pro ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഇല്ല. നോ, നെവർ. ഐഫോൺ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. സോ iPhone 12 Pro ഈസ് മച്ച് ബെറ്റർ. നല്ല ഫോട്ടോസ് എടുക്കാം, ഒക്കെയാണ് ഉള്ളതുകൊണ്ട്, ഓണം പോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം. ദാറ്റ്സ് കൺക്ലൂഷൻ. ആൻഡ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. റെഡി? ഇതുവരെയുള്ള ചാപ്റ്റർ മനസ്സിലായിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കാൻ മറന്നു പോരുത്.
സെറ്റ് ആക്കാം, പവർ ആക്കാം. ഓക്കെ ആണല്ലോ? ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഇതിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ആൻസേഴ്സ് നമ്മൾ പറയുന്നില്ല. ഈ ആൻസേഴ്സ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ ആൻസേഴ്സ് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ എന്താക്കുക, ഇതിൻ്റെ എക്സ്പാൻഡ് ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുക. ഇത് തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ആയിട്ടും എസ് എ ടൈപ്പ് ആയിട്ടും ലോങ് ആൻസർ ടൈപ്പ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ഡിഡ് ദ ലൂയിസൽ റീപ്ലേസ് ദ ലോസ്റ്റ് നെക്ലേസ്? നഷ്ടപ്പെട്ട നെക്ലേസ് പകരം വെക്കാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ലൂയിസൽ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ എഴുതും? സപ്പോസ് ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് എസ് എ ലെവലിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തുക. ഷോർട്ട് ആൻസറിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ഒരു ആവറേജ് ആൻസർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. നെക്സ്റ്റ് വൺ, വാട്ട് വാസ് ദ കോസ് ഓഫ് മാറ്റിൽഡേസ് റൂയിൻ? എന്തുകൊണ്ട് മാറ്റിൽഡയുടെ നാശത്തിന് കാരണമെന്ത്? ആൻഡ് ഹൗ കുഡ് ഷീ ഹാവ് അവോയ്ഡഡ്? എങ്ങനെ അവൾക്കത് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു? ആ ഒരു നാശം അവൾക്ക് റൂയിനസ് അങ്ങനെ അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ ആ ഒരു സ്വന്തം മൈൻഡ് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ചാപ്റ്റർ അറിയുന്ന ഒരാൾക്ക് ചാപ്റ്ററിലുള്ള സംഭവമല്ല, ചാപ്റ്ററിൽ അറിയുന്ന സംഭവങ്ങൾ വെച്ചിട്ട് പുതിയൊരു ആൻസർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സപ്പോസ് ആൻസർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഇഫ് മാറ്റിൽഡ ഹാഡ് കൺഫസ്ഡ് ടു ഹർ ഫ്രണ്ട് അബൌട്ട് ലൂസിംഗ് ദ നെക്ലേസ്? നെക്ലേസ് നഷ്ടപ്പെട്ടു പോയി മോളെ എന്ന് തൻ്റെ ഫ്രണ്ട് ഫ്രോയ്സറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? ജസ്റ്റ് കോമൺ ഒരു സിമ്പിളായിട്ട് ചിന്തിച്ചാൽ കിട്ടുന്ന ഒരു ആൻസർ മാത്രമേ നമുക്ക് അതിനുള്ളൂ. അതിൻ്റെ കൂടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഹൗ ഡിഡ് ദ ലോസ് ഓഫ് നെക്ലേസ് ചേഞ്ച് ലോയ്സൽസ് ലൈഫ് സ്റ്റൈൽ? അവളുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് എങ്ങനെ മാറി? ഈ ഒരു നെക്ലേസ് എന്നതുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ടെന്ന് ചാപ്റ്ററിൽ പറയുന്നുണ്ട്. എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്? സോ ഫ്രീ നോട്ട്സിന് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഡിസ്കസ് ദ ഐറണി ഇൻ ദ ക്ലാസ്. ഇത് 8 മാർക്കുകൾ, അല്ലെങ്കിൽ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നെക്ലേസ് എന്നുള്ള ഇതിൽ ഐറണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ എന്തായി വെൽത്തി ആവണം എന്ന് ആഗ്രഹിച്ച് ഡൗൺഫോളിലേക്ക് പോയൊരു അതാണ് അതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്, ഐറണി എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ഇതിൻ്റെ എസ് ടൈപ്പ് ആൻസർ കുറച്ചുകൂടി ലെങ്തി ആക്കാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് അടിക്കാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ചാപ്റ്റർ മനസ്സിലാവാത്ത എന്തൊക്കെയായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക എന്നറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. സോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മാത്രമല്ല, എങ്ങനെയുണ്ടായിരുന്നു ഈ ക്ലാസ്, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എന്താക്കുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഡെഫിനറ്റ്ലി ഐ എം ഗോണ റീഡ് ദ വോൾ ഈച്ച് ആൻഡ് ഓൾ കമൻറ്റ്സ്. അപ്പോൾ ഇറ്റ്സ് മീ ജംഷാദ് വൈൻഡിങ് അപ്പ് ഫ്രം സൈനിങ് അപ്പ് ഫ്രം Xylem Learning. Let's see another class let's see another video with another session. Bye. Thank you. Bye.